വെൽക്കം ഓൾ ടു ദിസ് ന്യൂ വീഡിയോ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കനാണ്. സോ നമ്മൾ ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കൊരു കത്തി കൊണ്ട് മുറിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയാലോ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിവിടെ 250 ഗ്രാം ചിക്കൻ പീസാണ് എടുത്തേക്കണേ. അതിനുശേഷം 1/2 കപ്പ് ഓഫ് പാല് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. 2 സ്പൂൺ തൈര്, 2 സ്പൂൺ തൈരാണ് നമ്മൾ ഒഴിക്കുന്നത്. കുറച്ച് സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. അതിനുശേഷം നമുക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം മതി. അപ്പോൾ അതിൻ്റെ യോക്ക് നമ്മൾ മുൻകൂട്ടി മാറ്റിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വെള്ളം മാത്രമായിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ പീസ് മാരിനേഷൻ ചെയ്യാനുള്ള ഐറ്റംസാണ് ഉണ്ടാക്കേണ്ടത്. സോ അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ കാശ്മീരി റെഡ് ചില്ലിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നല്ല കളറ് കിട്ടും. ദെൻ 1 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി. നെക്സ്റ്റ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇടുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ പീസ് എടുക്കുക. അത് നല്ല രസമായിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ ഡ്രം സ്റ്റിക്കുമൊക്കെ. നെക്സ്റ്റ് 1 സ്പൂൺ അതിലേക്ക് ഇടുക. എന്നിട്ട് ആഡ് ചെയ്യുക. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ വളരെ കുറച്ച് എടുക്കേണ്ട ആവശ്യമുള്ളൂ. 1 സ്പൂൺ മിക്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാല് മിക്സിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഫുള്ളായിട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ എല്ലാ കഷ്ണവും കറക്റ്റായിട്ട് അതിനകത്ത് മുങ്ങണ രീതിയിൽ വേണം ഇട്ട് വയ്ക്കാൻ. അടുത്തായി നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗം ഒരു നല്ല പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടോ ഒന്ന് കവർ ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് 1 ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വയ്ക്കണം. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ. ദെൻ പിറ്റേ ദിവസം നമ്മൾ പുറത്ത് കോട്ട് ചെയ്യാനുള്ള മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സോ ഇന്നലത്തെ മാരിനേറ്റിംഗ് മിക്സറിലേക്ക് നമ്മൾ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച്, അതായത് 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, നമ്മൾ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു റേഷ്യോയിൽ വേണം ആഡ് ചെയ്യാൻ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി, കാരണം ആ ചിക്കൻ്റെ പീസുകളും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും വലിയൊരു പാത്രത്തിലിട്ടിട്ടാണ് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഓരോ പീസ് ചിക്കനായിട്ട് എടുക്കുക. ഈ ഒരു പൊടിയിലേക്ക് ഇടുക, മിക്സറിലേക്ക് കറക്റ്റായിട്ട് കോട്ട് ചെയ്യുക. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ആയി നോക്കുക. അതിനുശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ പ്രോസസ്സ് എല്ലാ പീസുകളിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി. സോ അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ നോക്കണം, എല്ലാ ഭാഗങ്ങളിലും. എന്നിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിത് എന്ത് ചെയ്യണം, ഒരു 30 മിനിറ്റെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണം. എന്നാണ് കറക്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് കൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ 30 മിനിറ്റിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വീണ്ടും 2 റൗണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ കൂട്ട് ചെയ്യണം. സോ എല്ലാ പീസ് ചിക്കനും വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കൂട്ട് ചെയ്യുക. അപ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് അറ്റത്തൊക്കെ വന്നിരിക്കുന്നുണ്ടോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ചിത്രത്തിലുള്ളതുപോലെ. അതിനുശേഷം നമുക്കിനി ഫ്രൈ ചെയ്യാൻ പോവാം. സോ അതിനായി നമ്മൾ ഗ്യാസ് കത്തിക്കുക. സോ നമ്മൾ പാൻ വെച്ചിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. സോ ഓയിൽ എത്രത്തോളം കൂടുന്നോ അത്രയും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചിക്കൻ പീസ് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സോ നമ്മൾ കറക്റ്റായിട്ട് ചിക്കൻ്റെ പീസുകളൊക്കെ ഓരോന്ന് എടുത്തിടുക. മറിച്ചും തിരിച്ചൊക്കെ നമ്മൾ ആവശ്യം പോലെ ഇടണം. ഏകദേശം ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ എങ്കിലും ചിക്കൻ നന്നായിട്ട് കിടന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. എന്നാലാണ് ഈ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കാര്യങ്ങളും ഇതിനകത്ത് വരികയുള്ളൂ. സോ അപ്പോൾ ആവശ്യാനുസരണം തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലും സംഭവങ്ങളൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. സോ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് ഇത് ആദ്യം തന്നെ മാറ്റിയിടാം. കാരണം എണ്ണയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിനകത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ എണ്ണയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മളൊരു നല്ല പ്ലേറ്റിലേക്ക് ഇത് വെച്ച് മാറ്റുന്നു. കുറച്ച് സോസിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇത് സെർവ് ചെയ്താണല്ലോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും. സോ നല്ല ക്രിസ്പി, നല്ല സ്മോക്കി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ KFC ടൈപ്പ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ്റെ കളർ നോക്കിയറിയാം, നല്ല ഭംഗിയിൽ ഇത് റെഡ് കളറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നമ്മുടെ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇത് മെയിൻലി ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ കളർ മോസ്റ്റ്ലി വന്നിട്ടുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് ഇനി ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാലല്ലേ കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ.
സോ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സോ കട്ട് ചെയ്യുമ്പോൾ ആ വൈറ്റ് കളർ കാണാണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ആ സോസിലൊന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള സൂപ്പർ സ്മോക്കി സോഫ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കനാണ് നമുക്കിവിടെ തയ്യാറായിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ഹോം മെയ്ഡ് റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ഹോം മെയ്ഡ് ഡിഷുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.